ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറടക്കം 14 പേരെ കൊലപ്പെടുത്തിയ ശക്തമായ വ്യോമാക്രമണത്തിന് ശേഷം ഇപ്പോൾ അല്പസമയം മുമ്പ് ഇസ്രായേൽ വ്യോമസേനയുടെ കനത്ത വ്യോമാക്രമണം 66 പേർ ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് പലരുടെയും നില. ഗുരുതരമാണ്, മരണസംഖ്യ ഇനിയും ഉയരുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഹിസ്ബുള്ള ഇപ്പോൾ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു തങ്ങളുടെ കമാൻഡറെ കൊലപ്പെടുത്തി. അതിന് പ്രതികാരം ചെയ്യുമെന്ന് ഹിസ്ബുള്ള പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കനത്ത വ്യോമാക്രമണം ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത്. 66 പേർ അതീവ ഗുരുതര നിലയിലെന്നാണ് റിപ്പോർട്ട്. അതിൽ എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ ഇല്ല. ഏതായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിലാണ് ഈ വിവരങ്ങൾ ഉള്ളത്. ഒരുപക്ഷെ വരും മണിക്കൂറിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ലഭ്യമാകുമായിരിക്കും. ഏതായാലും ഇസ്രായേൽ പിന്നോക്കം പോകാൻ തയ്യാറല്ല. തെക്കൻ ലെബനനിൽ, അതായത് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തെക്കൻ ലെബനൻ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വ്യാപകമായ രീതിയിലുള്ള ബോംബിംഗ് നടത്തുന്നത്. മുൻപ് റോക്കറ്റുകളും മറ്റും ഉപയോഗിച്ചായിരുന്നു ഈ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചതെങ്കിൽ ഇപ്പോൾ അത്തരത്തിലല്ല, ബോംബിംഗ് തന്നെ നടത്തിക്കൊണ്ട് മുൻപോട്ട് പോവുകയാണ് ഇസ്രായേൽ സേന. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.